എന്നാ നേരം നേരായി. കാക്കാക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ കാക്ക, അസ്സലാം വലൈക്കും. എന്നോട് ഞാന് വർക്കിന്റെ ടൈമിൽ വിളിക്കരുത് പറഞ്ഞിട്ടില്ല. എന്താ ഷാനിയെ? ഉമ്മ വിളിച്ചീന് എന്നോട് വരാൻ പറഞ്ഞങ്ങാണ്ട്. ഞാൻ മാറ്റി നിക്കണ്ട്. ഏതായാലും മാറ്റിയിട്ട് നിങ്ങളെ വിളിച്ചാറിഞ്ഞാണ്ട് നിക്കേന്. നിങ്ങൾ എപ്പോഴാ വരുന്നത് എന്നെ കൊണ്ടുപോകാന്? കൊണ്ടുവരാൻ വരാനോ? നീ അതിന്റെ ഒരു കുറവും കൂടി ഉള്ളൂ. ഇച്ച് വെച്ചപ്പോ ഞാൻ 100 പണിയില്ല അവിടെ. ബസ്സിനോ എങ്ങനെങ്കിലും പോരാൻ നോക്ക്. അല്ലെങ്കിൽ ഓനോട് ആരെങ്കിലും ആക്കി തരാൻ പറയും. ഞാൻ എന്നാ ഷാനുവിനോട് ആരെങ്കിലും ചോദിച്ചു നോക്കട്ടെ. അല്ലെങ്കിൽ ബസ്സിന് വരെ എന്തെങ്കിലും കാട്ടാ. ഇപ്പൊ എന്താ ചെയ്യും? ആജ് ബസ്സിന് എങ്ങനെങ്കിലും കയറി പോരാൻ നോക്കല്ലോ. ഓലോ ആക്കി തരും, എന്തെങ്കിലും കാട്ടിക്കും. ഉമ്മ എന്നാലും എങ്ങനെ പറയുന്നുണ്ട്, കുട്ടികളെ നോക്കാനല്ലോ ഇതിനും കൂടി വെയിക്കണില്ല എന്നൊക്കെ. എന്തായാലും എളുപ്പം പോരാൻ നോക്ക്. ഞാൻ ഇവിടെ പണിയിലാണ്. ആയിക്കോട്ടെ, ഞാൻ എങ്ങനെങ്കിലും വരാൻ നോക്കാം. ഞാൻ വെക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും കാട്ട്. എന്താ റബ്ബേ ഇങ്ങനെ? എനിക്കൊന്നും ശരിക്കും ഒരു വേലക്കാരത്തിന് ഇനി വേണ്ടിയത്. അവിടുത്തെ പണിയെടുക്കാൻ ഇതിന് മാത്രം ആവശ്യമുള്ളൂ. അല്ലാതെ ഒന്നിനും ആവശ്യമില്ല. ഒന്ന് കൊണ്ടുവരാൻ വരാനും കൂടി ആരുണ്ട്. അപ്പൊ നാട്ടിലാക്കുന്ന ടൈമില് എന്തോ ഒരു ഇതിന് ഇങ്ങോട്ട് ഇങ്ങനെ കാലടിച്ചേ. എന്നിട്ടാണ് കൊണ്ടുവരാൻ വരിക. ഒരു ഔട്ടിംഗ് ഒക്കെ ചെയ്ത് എത്ര ഹാപ്പി ആയിട്ടേന് ഞാൻ ജീവിച്ചിനി അവിടെ. ഉമ്മാന്റെ വാക്കും കേട്ടിന്റെ ജീവിതം ഇക്കൊല്ലത്തിലായി. ഇപ്പൊ ഞാൻ ഇങ്ങനെ പോകും. ഇങ്ങോട്ടും ബസ്സിന് തന്നെ വന്ന് ഞാൻ അങ്ങോട്ടും ബസ്സിന് പോവാ. അറിയില്ല. ഷാനുവിനോടൊന്ന് ആക്കി തരുമോ ചോദിക്കും. എന്നോട് പറഞ്ഞാലും കേൾക്കൂല. ഉമ്മാനോട് പറയാം. ഉമ്മ പറഞ്ഞോ കേൾക്കും. കാര്യം വല്ലാത്തൊരു രീതി തന്നെയാണ്. ഉമ്മ ഇവിടെ പോയി കിടക്ക. ഉമ്മ എന്താ ഷാനിയെ? ഉമ്മ ഞാൻ പോകാറിഞ്ഞ. ഇജ്ജ് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ മാറ്റലൊക്കെ കഴിഞ്ഞില്ലേ? പിന്നെ ഞാൻ കാക്കാക്ക് വിളിച്ചിനി. അപ്പൊ ഓല് എന്നെ കൊണ്ടുവരാൻ വരുന്നില്ല എന്നാ പറഞ്ഞു. എന്തോ പണിയുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞു. തന്നെ ഓന് ഒഴിവുണ്ടാകൂല. പണി എന്തൊക്കെ ഉള്ളതല്ലേ. അത് നമ്മൾ കണ്ടറിയണ്ടപ്പ അതൊക്കെ. നിങ്ങളെന്നാ ഷാനുവിനോടൊന്ന് ചോദിച്ചു നോക്ക്, എന്നെ ഒന്ന് അങ്ങോട്ട് ആക്കി തരുമോ എന്നുള്ളത്. ഷാനുവിനോടോ? ഷാനു അല്ലതാ വരുന്നു. ഷാനുവോ? അതെ, ഷാനി പോകാറിഞ്ഞ അളിയന് ഒഴിവില്ലോ അല്ലെ വരാന്. ഇജ്ജൊന്ന് കൊണ്ടാക്കി കൊടുക്കുവോ ചോദിച്ചിട്ടുണ്ടോള്. ആക്കി കൊടുക്കാനോ? ഇച്ചൊന്നും വെച്ച. അതല്ല, എനിക്കൊരു സ്ഥലത്ത് പോകാണ്ട്. എനിക്കിപ്പം ടൈമൊന്നുമില്ല. തന്നെ ഓളോട് ബസ്സിന് എങ്ങനെങ്കിലും പോകാൻ പറയും. എടി ഓൻ എവിടുക്കോ പോകാനും കാട്ടാനൊക്കെ ഉണ്ട്. ഇജ്ജിപ്പോ തൽക്കാലേ ബസ്സിനാണ് പോയിക്കോ. അങ്ങനെ തന്നെയല്ലോ ഓരോന്ന് ശീലാകല്. എന്നും ഇപ്പൊ ഈ കാറിലും വണ്ടിമേലായിട്ട് ഇങ്ങനെ പോകല് നടക്കുമപ്പോ. ഇങ്ങനെ തന്നെ ഓരോന്ന് പഠിച്ചും കാട്ടൊക്കെ ചെയ്യിച്ച. ഉമ്മ ഞാൻ ഇങ്ങോട്ടും ബസ്സിനാ വന്നത്. അങ്ങോട്ടൊന്ന് ആക്കി തരാൻ പറയുമ്പ വേഗം എന്നെ ആക്കി തന്നാൻ പോന്നൂടെ. അനക്കെന്താ ഷാനി പറഞ്ഞാ തിരിയില്ലേ? എനിക്കിപ്പോ വേറൊരു സ്ഥലത്തേക്ക് പോകാണ്ട്. അല്ലെങ്കിൽ അന്നത്തിന് ഞാൻ അങ്ങനെ കൊണ്ടാക്കി തരേണ്ട ആവശ്യം, അന്നെ താങ്ങേണ്ട ആവശ്യം നിച്ചില്ല. അന്റെ മാപ്പിളിനോട് വരാൻ പറയും. അല്ലെങ്കിൽ ഇത് ഒറ്റക്ക് ബസ്സിനാണ് പോയിക്കോ. ഉള്ള കുട്ടിയൊന്നും അല്ലല്ലോ ഇപ്പൊ ഇത്. അല്ലെങ്കിൽ എല്ലാവർക്കും ഇവിടെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂല്ലോ ഇപ്പൊ. ഞാൻ ആക്കി തരാൻ പോലും ഒന്നും വെക്കണില്ലല്ലോ ഇപ്പൊ. കൊണ്ടുവരാൻ വരണമില്ല, ആക്കി തരണമില്ല. ഞാൻ പിന്നെ എന്താ ചെയ്യാ? ബസ്സിനും ഇതിനൊക്കെ കറിയുണ്ട്. ഞാൻ അങ്ങനൊന്നും ശീലിച്ചിട്ടില്ലല്ലോ ഉമ്മ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ആദ്യത്തെ ഇനി നല്ലത്. കഴിഞ്ഞ ടൈമിൽ എന്നെ എന്തില്ല കൊണ്ടുവരുന്നേനെ അറിയോ? പോവാ നമുക്ക് വണ്ടിയേറ്റ് വന്നങ്ങാണ്ട് നിങ്ങൾ ഒറ്റ പണിയാണ് എന്റെ ജീവിത കൊലത്തിലാകാൻ കാരണം. നീ തുടങ്ങുന്നുണ്ട് പഴംപുരാണം പറയല്. അത് കഴിഞ്ഞത് കഴിഞ്ഞ്. നീ ഇപ്പൊ പള്ളിയിലല്ലേ ജീവിച്ചേണ്ടത്. ഇത് ബസ്സിന് എന്തിനാച്ചാ പോകാൻ നോക്കിക്കാ. ഓള് തുടങ്ങും ഓരോന്ന് പറഞ്ഞങ്ങാണ്ട് വെറുതെ എന്നെ ഈറടിപ്പിച്ച. നല്ലതിൽ പൊയ്ക്ക വരുന്ന്. എന്റെ റബ്ബേ. എടി അന്റെ ഒരു കള്ളക്കരച്ചിലും കണ്ട് ഇവിടെ ആരും പുകാൻ പോകണില്ല. അന്റെ ഒരു അടവും ഇവിടെ നടക്കൂല. ഇജ്ജ് വേഗം ഇവിടുന്ന് ഇറങ്ങാൻ നോക്കിക്കോ. വേഗം പോയിക്കോ. ഞാൻ പോവന്നെയാണ് ഇനി. നിങ്ങൾ ഇനി എത്തി നോക്കിക്കോ അവിടെ വാതിലടച്ചാണ്ട് ഒന്ന്. ഷാനു ഞാൻ വാതിൽ അടക്ക തന്നെയാണ്.
എറുമ്പട്ടോളെ കൂടെ കുടുങ്ങിക്കണത്. എന്റെ ഷാനിജ എങ്ങനെ വെച്ചാ ഒന്ന് എളുപ്പം പോകാൻ നോക്ക്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. ബസ്സിന് എന്തിനു വെച്ചാ വേഗം പോകാൻ നോക്ക്. ഞാനൊരു സാധനത് വാതിലാണ്ട് അടച്ച് ഇവിടെ കഴിഞ്ഞല്ലോ. ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ. പോവന്നെ നല്ലത്. ആർക്കും വേണ്ടപ്പോ. എന്തൊരു വിധിയാ റബ്ബേ ഇത്. ആർക്കും വേണ്ടാതായിരുന്നു. എപ്പോഴാണ് ബസ്സൊക്കെ കിട്ടി അവിടെ എത്തല. ഓളിപ്പോ പോയിട്ട് ഇന്നൊക്കെ 4 ദിവസമായി. അതൊക്കെ ഒരു കഥയാണ്. അവിടെ മടുത്ത് കറിഞ്ഞാണ്ട് ഇവിടെ വന്ന് ഒച്ചിമ്പുഴുണ്ടാക്കലും ഞാനും ചാനും നീ എത്തും പറയാൻ ബാക്കിയില്ല. അമ്മ തീറട്ടിച്ചല്ലേനി. അങ്ങനെ പൊയ്ക്കണപ്പൊ ഒരു വിധം പറയും കാട്ടൊക്കെ ചെയ്തുങ്ങാണ്ട്. അവിടെ നല്ല സുഖാണ്. അത് ഇങ്ങനെ ഓരോന്ന് ഇവിടെ വന്ന് നിക്കാൻ വേണ്ടി ഞാൻ പറയണത്. പിന്നെ അതല്ല ഷാനുവിന് അതൊക്കെ ശരിയാവും കാട്ടുമൊക്കെ ചെയ്തതല്ലേ, അതൊക്കെ മുടങ്ങൂലേ ഒക്കെ വിചാരിച്ചു. പിന്നെ അങ്ങനെ നിക്കാൻ. പിന്നെ പെൺകുട്ടിയാകുമ്പോ കുറച്ചൊക്കെ സഹിച്ചും കാട്ടൊക്കെ മാണ്ടേ. അത് ഞാൻ പറഞ്ഞു. ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചട്ടോ. ആര് വന്നിക്കണ്? ബെല്ലടിച്ചിട്ടുണ്ട്. പോയോക്കട്ടെ. ആയിക്കോട്ടെ. ആരാണ്? ആരാ നേരത്തെ? ആരാ ഈ നേരത്ത്? ഷാനു ഇജ്ജ്. ഞാനും കരുതി ആരാ ഈ നേരത്തെ. ഇജ്ജല്ല ആരെ കാണാണ്ട് പറഞ്ഞു പോയി. ഇത്ര ഇപ്പൊ വരും ചെയ്ത. ഇമ്മ ഓളെ മനസ്സിലാക്കാൻ വൈകിമ്മ. എന്താണ് ഇജ്ജ് മനസ്സിനെ ബേജാറാക്കാതെ കാര്യം എത്താ പറഞ്ഞ? എനിക്ക് അളിയൻ വിളിച്ചീനു ഷാനിന്റെ കാര്യം പറഞ്ഞിട്ട്. ഓള് ഫുഡ് കഴിച്ചാണ്ട് റൂമിൽ പോയേനോലോ. ഇവല് നോക്കുമ്പോണ്ടോലോ ഓള് ഫാനുമ്മ തൂങ്ങിയണോരമ്മ. എന്റെ കുട്ടി. എനിക്കറിയില്ല ഇത്ര മാത്രം നോക്കണ്ടായിന് അവിടെ. റബ്ബേ, എന്താ ഞാനീ കേൾക്കുന്നത്? എന്റെ കുട്ടി എത്രയും എന്നോട് പറഞ്ഞിട്ട് ഞാനൊന്ന് കേട്ടില്ല റബ്ബേ. എത്ര വട്ടാ എന്നോട് പറഞ്ഞത്, ഞാൻ കേട്ടില്ലല്ലോ. എനിക്ക് നിന്റെ കുട്ടിന്റെ മയ്യത്ത് കാണാനാണല്ലോ റബ്ബേ ഇതില്ലത്. പഠിച്ചോനെ. ഷാനുവാൻക്കുള്ള കുട്ടിനെ കാണണോ? എന്റെ കുട്ടി. നീച്ചിമ്മ ഓളടുത്തേക്ക് പോവാ നമുക്ക്. വേരി